നമ്മൾക്കെല്ലാവർക്കും മഴ ഇഷ്ടമല്ലേ? ആ മഴയുടെ മണം, തണുപ്പ്, അതൊരു വൈബാണ്, റൈറ്റ്? ബട്ട് വാട്ട് ഇഫ് ഐ ടെൽ യു, നമ്മുടെ ഭൂമിയിലല്ലാതെ വേറെയും ഒരുപാട് പ്ലാനറ്റ്സിൽ മഴ പെയ്യുന്നുണ്ടെന്ന്. ആൻഡ് ട്രസ്റ്റ് മീ, ഇറ്റ്സ് നോട്ട് വാട്ടർ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ത്രില്ലല്ലേ? സോ ലെറ്റ്സ് എക്സ്പ്ലോർ ദ ക്രേസി മൈൻഡ് ബ്ലോയിങ് ടൈപ്സ് ഓഫ് റെയിൻ ഹാപ്പനിങ് അക്രോസ് അവർ സോളാർ സിസ്റ്റം ആൻഡ് ബിയോണ്ട്. നമ്മുടെ എർത്തിൽ മഴ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് വാട്ടർ, സിമ്പിൾ അല്ലേ? പക്ഷേ സ്പേസിൽ അങ്ങനെയല്ല ഗൈസ്. അവിടെ മഴ പെയ്യുന്നത് വേറെ ലെവൽ സാധനങ്ങളാണ്. സംടൈംസ് ഇത് ഭയങ്കര ഡേഞ്ചറസ് ആകാം, ചിലപ്പോൾ ക്രേസി ആയി തോന്നാം. ആൻഡ് ദ ക്രേസി പാർട്ട് ഈസ്, ഈ മഴ പെയ്യുന്നത് ആറ്റംസ്, മോളിക്യൂൾസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്നിവയുടെ കോമ്പിനേഷൻ കൊണ്ടാണ്. സൗണ്ട്സ് എക്സൈറ്റിംഗ്, റൈറ്റ്? ലെറ്റ്സ് ഡൈവ് ഇൻ. ആദ്യം നമ്മുടെ അയൽക്കാരനായ വീനസ്. പേര് കേൾക്കുമ്പോൾ സുന്ദരിയാണെന്ന് തോന്നും, ബട്ട് ഇറ്റ്സ് എ റിയൽ ഹോട്ട് മെസ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഫുൾ കാർബൺ ഡയോക്സൈഡാണ്. മേഘങ്ങളാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പെയ്യുന്ന മഴ ആസിഡ് റെയിൻ ആണ്. ബട്ട് ഡോണ്ട് വെറി, ഈ ആസിഡ് ഡ്രോപ്സ് ഗ്രൗണ്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഹൈ ടെമ്പറേച്ചർ കാരണം ബാഷ്പീകരിച്ച് ഇല്ലാതാവും. ഒരുതരം ഫാൻറ്റം റെയിൻ. സാറ്റേണിന്റെ ചന്ദ്രനായ ടൈറ്റൻ, ഇത് നമ്മളുടെ സൗരയൂഥത്തിലെ ഒരു യുണീക്ക് സ്പോട്ടാണ്. ഭൂമി പോലെ ഇവിടെയും നദികളും തടാകങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ അവ നിറഞ്ഞ മീഥേനാണ്. അതെ, ഇവിടെ പെയ്യുന്ന മഴ മീഥേൻ മഴയാണ്. ഇത് നമ്മളുടെ ഭൂമിയിലെ വാട്ടർ സൈക്കിൾ പോലെ ഒരു മീഥേൻ സൈക്കിളാണ് അവിടെ നടക്കുന്നത്. അടിപൊളിയല്ലേ? ദൂരെയുള്ള നെപ്റ്റ്യൂണിൽ ചിലപ്പോൾ വജ്രമഴ പെയ്യാമെന്ന് സയന്റിസ്റ്റ് പറയുന്നു. കേൾക്കുമ്പോൾ തന്നെ മൈൻഡ് ബ്ലോയിങ് അല്ലേ? ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഹൈ പ്രഷർ കാരണം ഡയമണ്ട്സായി മാറുകയും അവ മഴയായി താഴേക്ക് പെയ്യുകയും ചെയ്യുന്നു. റെഡ് പ്ലാനറ്റായ മാർസിൽ ഇപ്പോൾ മഴയില്ല. ബട്ട് ഒരു കാലത്ത് ഇവിടെ വെള്ളം ഒഴുകിയിരുന്നു, മഴ പെയ്തിരുന്നു എന്നാണ് സയന്റിസ്റ്റ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ലൈഫിന്റെ സാധ്യതകളെക്കുറിച്ച് പഠനങ്ങൾ നടക്കുന്നത്. ഹു നോസ്, മേ ബി സം ഡേ.